ഷെഫ് ഷോ, ഫൗണ്ടർ ഹെഡ് ഷെഫ് അറ്റ് ലാറ്റിൻ സ്ട്രീറ്റ്. ലാറ്റിൻ സ്ട്രീറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നു ഇബ്രാഹിം. നമ്മൾ രണ്ടുപേരും പുറത്ത് നിന്ന് വർക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ ദുബായിലും അവൻ സൗദിയിലായിരുന്നു. നമ്മൾ നാട്ടിൽ വന്ന് അപ്പോൾ നാട്ടിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ നമുക്ക് നല്ല നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ബർഗേഴ്സ്, നമ്മൾ പുറത്തൊക്കെ കഴിച്ച് ശീലിച്ച് പോലത്തെ ബർഗേഴ്സ്, അതേപോലത്തെ സ്റ്റേക്ക്, ഈ സംഭവങ്ങളൊക്കെ തപ്പി നടന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾ കഴിച്ചിട്ട് ശീലിച്ച പോലത്തെ ആ ഒരു ക്വാളിറ്റി, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി പ്രോഡക്ട്സ് നമ്മളെ നാട്ടുകാർക്ക് ഒന്ന് എത്തിക്കണം എന്നുള്ള ആ ഒരു മൂഡിൽ നമ്മളിങ്ങനെ റൂംസ്, ഒരു ലാറ്റിൻ അമേരിക്കൻ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് അതിലങ്ങനെ റൂംസ് തപ്പി ഇറങ്ങി. ഒരു ചെറിയൊരു സ്പേസ് നോക്കി ഇറങ്ങി. പിന്നെ എങ്ങനെയോ ഒരു ബൈ ചാൻസ് ഈ ഒരു സെറ്റപ്പിലേക്ക് നമ്മളെത്തി. ഈ ഒരു സംഭവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന് കണ്ടപ്പോൾ ഇത് ഒരുമാതിരി എന്താ പറയുക, മൊത്തത്തിലൊരു കാർഡൊക്കെ കയറി അങ്ങനെ കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഓണേഴ്സിനെ തപ്പി പിടിച്ച് സംസാരിച്ച് നോക്കിയപ്പോൾ ഒരു 1911 ഒരു ഫ്രഞ്ച് ബിൽഡിംഗ് ആണെന്ന് മനസ്സിലായി. അതെടുത്ത് നമ്മളൊരു ഒരുപാട് സാധനങ്ങളൊക്കെ ഒഴിച്ച് ക്ലിയർ ചെയ്തത്. നമ്മൾ ആക്ച്വലി ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ സംഭവങ്ങൾ മൊത്തത്തിൽ ഒന്ന് എന്താ പറയുക ക്ലീൻ ചെയ്ത്, ഇതിൽ കുറേ ക്യാബിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി ഇതിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ പുറത്തേക്ക് എത്തിച്ച് ബൈ ചാൻസ് എങ്ങനെ ഒരു കളറിൻ്റെ സംഭവങ്ങളൊക്കെ എത്തി. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ചെയ്യുന്ന സംഭവം കോഫി ബ്രൂ എന്നുള്ളതാണ്. നമ്മൾ തന്നെ ബീൻസ് സെലക്ട് ചെയ്യും. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു ബീൻസ് സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ തന്നെ ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ തന്നെ ഫോർ ഓവറോ എയറോപ്രസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തിട്ട് ആ ഒരു കോഫി സിപ്പ് ചെയ്ത് അതിൻ്റെ ഒരു എനർജിയിലാണ് ഇവിടുത്തെ ബാക്കി സംഭവങ്ങൾ നടക്കാം. ഈ സ്റ്റാഫിൻ്റെ ബ്രീഫിംഗ് ആയിക്കോട്ടെ, പ്രിപ്പറേഷൻ സമയമായിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കഫീൻ എനർജിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യും. നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, സെർവ് ചെയ്തിട്ട് അറിയാം എങ്ങനെയാണ് സംഭവം ഉണ്ടാവേണ്ടി, എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയാം. പക്ഷെ ഇതൊരു ബിസിനസ് ആക്കാനുള്ളൊരു സംഭവം നമ്മളെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതിൽ കുറേ പാളിച്ചകളൊക്കെ കിട്ടി. എങ്ങനെ പ്രൈസ് ചെയ്യണം, എങ്ങനെ അത് ആൾക്കാരിലേക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് മനസ്സിലായ സംഭവം, നമുക്ക് ഓരോ സംഭവങ്ങൾ കഴിച്ച് ശീലമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കഴിച്ച് ശീലമില്ലാത്ത ആൾക്കാരുണ്ടാവും ഇത് എന്താണെന്ന് അറിയാൻ വരുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് മെല്ലെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്ത് ഓക്കെ ഒരു സംഭവം എങ്ങനെ ഓർഡർ ചെയ്യണം, അതായത് ഇപ്പോൾ സ്റ്റേക്കൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഡണ്ണസ് ഏതാണ്, നമ്മൾ അത് എത്തുമ്പോൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ള സംഭവം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തത്. നമുക്ക് വേണം മീഡിയം റെയർ പറയാം, മീഡിയം പറയാം, നിങ്ങൾക്ക് വളരെ കുക്കായിട്ട് വേണമെങ്കിൽ വെൽ ഡൺ പറയാം. അപ്പം എങ്ങനെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. പിന്നെ അതേപോലെ കുറച്ച് എരിവും പുളിയുള്ള സംഭവങ്ങളാണ് നമ്മളെ നാട്ടുകാർക്ക് ഒന്നും കൂടിയും ഇഷ്ടമാവാന്നുള്ള ആ ഒരു ടൈമിൽ നമ്മൾ തോട്ടുകൊണ്ട് ആണ് നമ്മളൊരു ലാറ്റിൻ അമേരിക്കൻ എന്നുള്ള സംഭവത്തിലേക്ക് എത്തി. അപ്പോൾ നമ്മളെ നാട്ടിൽ സിമിലർ ആയിട്ടുള്ള പോലത്തെ സ്പൈസസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇത്. ലാറ്റിൻ സ്ട്രീറ്റ് എന്നുള്ള പേര് വന്നത് കോമഡിയാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുഡ് കൊടുക്കണം, ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ, ലാറ്റിൻ സ്ട്രീറ്റായി. അങ്ങനെ ലാറ്റിൻ സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റി ആൻഡ് ആ ഒരു കൺസിസ്റ്റൻസി കൊടുക്കുക എന്നുള്ള ആ ഒരൊറ്റൊരു ഇതിൻ്റെ മേലെ ഒരു ഓപ്പൺ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കില്ല, പക്ഷേ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം കൊടുക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയൊരു കോൺസെപ്റ്റ് നൽകുന്നത്. ഇവിടെ കൊടുക്കുന്ന എല്ലാ സാധനവും നമ്മൾ തന്നെ ഇവിടെ R&D ചെയ്ത് നമ്മൾ അവിടെ പോയി ഇവിടെ പോയി കഴിച്ച സംഭവങ്ങളും ഇതെല്ലാം റിസർച്ചും ഡെവലപ്മെൻറ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ മെല്ലെ ബിൽഡ് ചെയ്ത സംഭവമാണ്. പിന്നെ ഇവിടുത്തെ മെനു മാറും ഇടയ്ക്ക്. എനിക്ക് തോന്നുന്നു ഒരു 6 to 8 months ഇവിടുത്തെ മെനു ഇങ്ങനെ ചേഞ്ച് ആവും. നമുക്ക് അതേ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത സംഭവങ്ങൾ കീപ്പ് ചെയ്യും. നമുക്ക് തീരെ മൂവിങ് ഇല്ലാത്ത സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കും, പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത്ര വർഷമായിട്ട് പോകുന്ന ഒരേപോലത്തെ മെനു അല്ല, ഈ മെനു സംഭവങ്ങളൊക്കെ ചേഞ്ച് ആവും. പിന്നെ നമുക്കൊരു 3 years ആൻഡ് റണ്ണിങ് ആണ്. ഇപ്പം ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ 3 yearsന്റെ ശേഷമാണ് നമ്മൾ പുതിയൊരു ഔട്ട്ലെറ്റും സ്റ്റാർട്ട് ചെയ്തത്. എക്സ്ക്ലൂസീവ്ലി ഹാൻഡ് മെയ്ഡ് പാസ്താസും പിന്നെ എന്താ പറയുക സ്ലോ ഫെർമെൻറ്റഡ് ബ്രിക്ക് ഓൺ പിസ്സ. അതും ഇതേപോലെ തന്നെ ഈ 2 സംഭവം കഴിക്കണം എന്നുള്ള മൂഡിൽ പുറത്തിറങ്ങി നടന്ന് ആ സംഭവം കിട്ടായപ്പോൾ നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാത്ത അവൈലബിലിറ്റി ഇല്ലാത്ത സംഭവങ്ങൾ കിട്ടണം, കഴിക്കണം, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലത് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു സ്റ്റാർട്ട് ഇടുക. അതിന് നമ്മൾ തന്നെ സപ്ലൈസിൻ്റെ അടുത്ത് പോകും, ഡയറക്റ്റ് സാധനങ്ങളിലൊക്കെ നോക്കി അതിൻ്റെ ക്വാളിറ്റിയും സാധനങ്ങളെല്ലാം എൻഷുർ ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. ഒരുവിധ ഐറ്റംസൊക്കെ നമ്മൾ അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും ഇങ്ങോട്ട് എത്തിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ വെജിറ്റബിൾസിൻ്റെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സീ ഫുഡ്, ബീഫ് ആയിക്കോട്ടെ, ബീഫ് നമ്മൾ ലോക്കലി എടുക്കുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ തന്നെ ക്വാളിറ്റി എൻഷുർ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഓക്കെ ഇന്ന ക്വാളിറ്റിയുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയുള്ള ഫുഡ് നമുക്ക് ഔട്ട്കം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ തന്നെ ഡയറക്റ്റ് പോയിട്ട് അവരായിട്ട് സംസാരിച്ച് ഓക്കെ നല്ല ഒരു റിലേഷൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ഐറ്റംസ് നമ്മൾ ഇവിടെ സ്റ്റാഫിനെ പ്രോപ്പർലി ട്രെയിൻ ചെയ്തുകൊണ്ട്
ആ ഒരു സാധനം നമുക്ക് ഔട്ട്കമ്മിലേക്കും കിട്ടും. അപ്പോൾ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെജിറ്റബിൾസും സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ ഡയറക്റ്റ് പോയിട്ട് എടുക്കുന്ന, അവരായിട്ട് ആ റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന, ഒരുവിധം സാധനങ്ങളൊക്കെ അവരോട് എത്തിക്കുന്ന, പിന്നെ കുറേ ഐറ്റംസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ പുറത്ത് കഴിച്ച് ശീലിച്ച സാധനങ്ങളിൽ കുറേ ഇൻഗ്രീഡിയൻസ് നാട്ടിൽ അവൈലബിൾ അല്ലാത്തതുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യും. അതിനുള്ള സപ്ലൈസും കാര്യങ്ങളെല്ലാം വേറെ ഉണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തി കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി സോസസ്, അതേപോലെ എന്താ പറയുക, ഈ മീറ്റ് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ പ്രിപ്പറേഷന്, അതിലേക്ക് എത്ര ഇൻഗ്രീഡിയൻസ് സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്, ഈ സംഭവങ്ങളെല്ലാം ഡെയിലി എൻഷുർ ചെയ്യും. ടേസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം പ്രോപ്പറാക്കും. ഡെയിലി വന്നിട്ട് ടേസ്റ്റ് ചെയ്യുക സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണോ, നമ്മൾ കൊടുത്ത് തുടങ്ങിയ സംഭവം ടൈമിൽ തന്നെയാണോ, ലാസ്റ്റ് കൊടുത്ത് തീരാൻ നേരത്ത് തന്നെയാണോ, ഈ സംഭവങ്ങൾ നോക്കും. അതേപോലെ നമ്മൾ ഓരോ സാധനങ്ങളും ഡെയിലി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഒരു ഇത്ര ഐറ്റംസ് എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അല്ലാണ്ട് എല്ലാ ഐറ്റംസും ക്ലോസിങ് വരെ അവൈലബിൾ അല്ല. ഇത്ര ഐറ്റംസ് നമ്മൾ കാണും, അത് തീർന്ന് അത് കഴിഞ്ഞ് പിന്നെ ആ സാധനം നാളെ ഉണ്ടാവുള്ളൂ. എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ നമുക്ക് നമ്മളതായിട്ടുള്ള കുറച്ച് മാരിനേഡുകളും റബ്ബുകളും ഉണ്ട്. ഇപ്പോൾ നമ്മളെ ബർഗർ പാറ്റീൻ്റെ മിക്സ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേക്കിൻ്റെ മാരിനേഡ്, പിന്നെ വേറെ എന്തെങ്കിലും മെയിൻ മിക്സുകൾ ഉണ്ടാവും, കുറച്ച് സ്പൈസസിൻ്റെ ബ്ലെൻഡ് ഉണ്ടാവും, റബ്ബ് മിക്സ് എന്നൊക്കെ പറയും. ഈ സംഭവം ഒരു സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോകരുത്. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നു, പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആൾക്കാർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മളെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ തന്നെ കീപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ മിക്സിങ്ങും കാര്യങ്ങളെല്ലാം ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു 2 days കൂടുമ്പോൾ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ വന്നിട്ട് നമ്മൾ തന്നെ മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ചില സംഭവങ്ങൾ ആ ടേബിളിൽ വെച്ചിട്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ സ്റ്റേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തത് ഇന്ന കട്ടാണ്, ഇന്ന ഭാഗത്തുനിന്നും വരുന്നതാണ്, ഇത്ര ടൈം കുക്ക് ചെയ്ത് ഇതിൽ ഇന്ന സംഭവങ്ങളെ പോകുന്നത്, ഇതിങ്ങനെ കഴിക്കേണ്ടത്, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് എക്സ്പീരിയൻസ് ആണ്. അതേപോലെ നമ്മൾ കൊടുക്കുന്ന വേറെ സംഭവം ഫെർമെൻറ്റഡ് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. അതായത് നോർമലി സ്റ്റേക്ക് അല്ലെങ്കിൽ മീറ്റ് കഴിയുമ്പോൾ ആൾക്കാർ വൈൻ, ബിയറൊക്കെ പ്രിഫർ ചെയ്യും. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഹലാൽ നോൺ ആൽക്കോളിക് ആ ഒരു സംഭവത്തിൽ പോകുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ഫെർമെൻറ്റഡ് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന കൊമ്പൂച്ച, ക്വാസ്, സ്വിച്ചൽ, അതേപോലെ ജിഞ്ചർ ബഗ് വെച്ചിട്ട് ഫ്രൂട്ട് ജ്യൂസസ് ഫെർമെൻറ്റ് ചെയ്തിട്ട്, ഈ സാധനങ്ങളെല്ലാം ഈ വൈൻ പെയറിങ് പോലെ മീറ്റിൻ്റെ ഐറ്റംസിൻ്റെ കൂടെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക്. അപ്പോൾ അത് അതായത് ഒരു പീസ് ഓഫ് മീറ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം സ്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാലറ്റ് ഒന്നുകൂടി ക്ലെൻസ് ആവും. അപ്പോൾ ആൾക്കാർക്ക് അടുത്തൊരു ബൈറ്റ് എടുക്കുമ്പോൾ വീണ്ടും ഒരു ഫ്രഷ്നസ് വരും. അപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് കിച്ചൺ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മൾ ഓരോ ട്രയൽസും കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് അത് ആ ഒരു ടെസ്റ്റ് കിച്ചൺ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ മെനു ഇല്ലാത്ത സാധനമായിരിക്കും, പക്ഷെ ആ സാധനം നമ്മൾ സെർവ് ചെയ്യരുത്. പറയും ഇതെങ്ങനെയാണ്, ഇന്ന സംഭവമാണ്, ഇതിൽ എന്തൊക്കെയാണ് പോകുന്നത്. ആ ഒരു ഡിഷ് കൊടുക്കുമ്പോൾ അവരോട് പറയും ഇത് ഇന്ന സംഭവമാണ്. അതേപോലെ ആൾക്കാർക്ക് എന്താ പറയുക, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഒരു മെനു നോക്കിയിട്ട് 2 ഐറ്റം പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് വരുന്നതിന് പകരം അവരെന്താണ് അവരെ ടേബിളിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ള സംഭവം നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു ഡിസപ്പോയിൻമെൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാർക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമുക്ക് എന്താ പറയുക, ആൾക്കാർക്ക് പുതിയൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റാന്നുള്ളത് ഭയങ്കര ഒരു സംഭവമാണ്. ഇപ്പം പാസ്തയിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ആരും കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് പാസ്താസും കാര്യങ്ങളും വെച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് കോഴിക്കോട്ടായിരിക്കും. ആ ഒരു പുതിയ എക്സ്പീരിയൻസ് കൊടുത്ത് ഇനിയും ഇതേപോലത്തെ കുറേ പുതിയ എക്സ്പീരിയൻസുകളും കാര്യങ്ങളും പ്ലാനിങ്ങിലുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട് പ്ലാനിങ്ങിൽ. എല്ലാം 1 by 1 ആയിട്ട് റിലീസ് ചെയ്യാന്നുള്ളൊരു മൂഡിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.